നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഞാൻ കണ്ട കമന്റ്സ് എന്ന് വെച്ചാൽ രേണു സുധി, അതായത് മറ്റേ ഈ ചാന്തുപൂട്ട് ആ സീൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റീലൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി. രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോട് ഏട്ടനും അവിഹിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഇത്. സോഷ്യൽ മീഡിയ എവിടെ പറഞ്ഞു? ഞാൻ കണ്ട കമന്റ്സ് ആണ്. ഞാൻ കമന്റ്സ് കണ്ടതാ. കമന്റ്സ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ കള്ളുപിടിച്ച ആൾക്കാർ കമന്റ് ഇടും, എന്താ പറയാ ഡിസോർഡർ ആയ ആൾക്കാർ കമന്റ് ഇടും, പല ആൾക്കാരും കമന്റ് ഇടും. ആ കമന്റുകൾ ഏറ്റുപിടിച്ച് സത്യമാണോ തെറ്റാണെന്ന് പറയാൻ പറ്റും? അങ്ങനെ ചോദിച്ചാ ആ കമന്റുകൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ശരിയാണോ തെറ്റാണെന്ന് പറയാൻ പറ്റും? ഇതിൽ അത്രയും ക്ലോസ് സീക്വൻസ് അഭിനയിച്ചുകൊണ്ട് ആൾക്കാർ ക്ലോസ് സീക്വൻസ് ആൾക്കാരൊക്കെ അവിഹിതമാണോ? ക്ലോസ് സീക്വൻസ് അഭിനയിച്ച ആൾക്കാരൊക്കെ അവിഹിതമാണോ? അങ്ങനെയല്ല. ഞാനും മോളും കൂടി ഒരുമിച്ച് റീൽസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ക്ലോസ് ആയി റീൽസ് ചെയ്തു, നമ്മൾ അവിഹിതമാണോ? നമ്മളൊരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ രേണുവിനെ വിളിച്ചു ചോദിക്കുക, എന്നെ വിളിച്ചു ചോദിക്കുക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ? അപ്പൊ നിന്റെ സംശയം അവിടെ തീരും. കമന്റുകൾ നോക്കിയിട്ടല്ല ഒരു ആങ്കർ നടത്തേണ്ടത്. ഫേക്ക് അക്കൗണ്ട് കമന്റ് ഇടാം, ദാസേട്ടൻ കോഴിക്കോട്. അപ്പൊ ആ കമന്റ് നോക്കി നിങ്ങൾ പിടിക്കോ? കമന്റ് ഇട്ട വ്യക്തിന്റെ അക്കൗണ്ട് കയറിയാൽ റിയൽ ആണോ ഫേക്ക് ആണോ അത് നോക്കണം. അതൊരു ഇന്റർവ്യൂ നടത്തുന്നത് ആങ്കറെ കടമ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. സത്യാവസ്ഥ സത്യസന്ധത കണ്ടിട്ട് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏത് കാര്യമാണ്. വേണ്ടേ? ഒരാള് പറഞ്ഞതിനെ കൂട്ടുപിടിച്ച് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മള് ജെന്യൂൻ കാര്യങ്ങള്, എന്റെ റിയൽ ലൈഫ്, എന്റെ കാര്യങ്ങള്, എന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ സിനിമ കാര്യങ്ങൾക്ക് ചോദിക്കാം. എന്റെ കൂടെ അഭിനയിച്ച കുറെ ആക്ട്രസിലെ കൂട്ടത്തിൽ ഒരു ആക്ട്രസിൽ ഞാൻ അവിഹിതം എന്ന് ചോദിക്കുന്നത് ഒരാളെ അപമാനിക്കുന്നില്ല. അതല്ല ഉദ്ദേശം. ആ കമന്റിന് ആർക്ക് മറുപടി പറയുന്ന ബാധ്യത എനിക്കില്ല. പക്ഷെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ചോദിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു അല്ലല്ല, എങ്ങനെ അതിനെ പറ്റി പ്രതികരിക്കും? അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. കമന്റ് കണ്ടിട്ട് ചോദിക്കുന്ന ആവശ്യം ആങ്കർക്കില്ല. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ആങ്കർക്ക് ചോദിക്കാൻ പല ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ടിന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണിച്ചോണ്ട എനിക്ക് ആ കമന്റ് എനിക്ക് കാണിച്ചോണ്ടാ, ആ കമന്റ് കാണിച്ചോണ്ടാ. ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, ആ കമന്റ് എനിക്ക് കാണിക്കണം. അത് നിങ്ങൾ ആങ്കർ നടത്തുന്ന സമയത്ത് ആ കമന്റ് സ്ക്രീൻഷോട്ട് എനിക്ക് കാണിച്ചു തരണം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളത് കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കാണിച്ചു തരണം. എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ കമന്റ് ഇങ്ങനെ കണ്ടു ദാസേട്ടൻ കോഴിക്കോട്, ഇതിന്റെ സത്യാവസ്ഥ എന്താ? എത്ര കമന്റ്സ് എടുക്കണം? ഒന്നെടുത്താ മതി, ഒന്നെടുത്താ മതി. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത്? എന്റെ ഒരു നമ്പറാ. ഏതെങ്കിലും ഒന്നെടുത്താ എടുത്തില്ലല്ലോ. ചേട്ടന് ഉറപ്പുണ്ട് ഇങ്ങനെ കമന്റ്സ് വന്നിട്ടുള്ള കാര്യം? ഞാൻ കണ്ടിട്ടില്ല. പല തെറികൾ എനിക്ക്, പക്ഷെ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടിട്ടില്ല. ആ കമന്റ് എനിക്ക് കാണിച്ചു തരും, ഞാൻ സത്യാവസ്ഥ വെളിപ്പെടുത്താം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.